സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടിയത് ഇസ്ലാമിക സമൂഹങ്ങളിലാണ്. പരസ്യപ്രവാചകൻ നിയമം ഉണ്ടാക്കി എന്താണ്? സ്വത്ത് വീതിക്കുമ്പം ആൺകുട്ടിയുടെ പകുതി സ്വത്ത് പെൺകുട്ടി കൊടുത്തിരിക്കണം. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇതെന്ത് പരിപാടിയുടെ ആണുങ്ങളുടെ പകുതിയല്ലേ പെണ്ണുങ്ങൾ കൊടുത്തു തന്നു. പക്ഷേ ലോകത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം പരസ്യപ്രവാചകന് മുമ്പ് ആരും കൊടുത്തിട്ടില്ല എന്നുള്ള മനസ്സിലാക്കണം. ഒറ്റ സമൂഹത്തിൽ പോലും സ്ത്രീക്ക് സ്വത്തവകാശമില്ല. പ്രവാചകനാണ് ആദ്യമായി സ്വത്തവകാശം കൊടുത്തത്. സ്വത്തവകാശം കൊടുക്കുമ്പോൾ ലോകത്തിൽ ഒരു രാജ്യത്തിനും ഇല്ലാത്തവരുടെ സ്വത്തവകാശം ഇസ്ലാമിക സ്ത്രീക്ക് കിട്ടി. യൂറോപ്പിലൊക്കെ സ്വത്തവകാശം മാത്രമേ കിട്ടൂ, അപ്പൻ്റെ സ്വത്തിന് മാത്രമേ അവകാശം കിട്ടൂ, വേറെ സ്വത്തിന് അവകാശം കിട്ടുകയില്ല. ഇന്ത്യയിലെ അപ്പൻ്റെ സ്വത്തിന് അമ്മയുടെ സ്വത്തിന് അവകാശം കിട്ടും. പക്ഷേ പരസ്യപ്രവാചകൻ എന്ത് ചെയ്തു? പിതൃസ്വത്തവകാശം, മാതൃസ്വത്തവകാശം, ഭ്രാതൃസ്വത്തവകാശം, പുത്രസ്വത്തവകാശം. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ആൺകുട്ടി മരിച്ചാൽ അവൻ്റെ സ്വത്തിൻ്റെ 1/6 അമ്മയ്ക്ക് കിട്ടും. ഉള്ളൂ, ലോകത്ത് ഒരിടത്തും വേറെ ഇല്ല. അപ്പോൾ അങ്ങനെ 4 സ്വത്തവകാശം സ്ത്രീക്ക് കിട്ടി. പിന്നെ വളരെ ശ്രദ്ധേയമായിട്ട് പ്രവാചകൻ സ്ത്രീകൾക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. ലോകത്തിലെ എല്ലാ സമൂഹത്തിലും കല്യാണം കഴിക്കുമ്പം സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷൻ്റെ വീട്ടിലേക്ക് സ്ത്രീധനം പോയിക്കൊണ്ടിരുന്നു. പ്രവാചകൻ പറഞ്ഞു പറ്റില്ല, ആ പെൺകുട്ടിയെ നല്ല പെൺകുട്ടിയായി വളർത്തിക്കൊണ്ടുവന്നതിന് അങ്ങോട്ട് മൊഹർ കൊടുത്തിട്ട് വേണം കല്യാണം കഴിക്കാൻ. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരു 6 പെൺമക്കളുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ അവൾ ഇസ്ലാമിലെ ആ ദേശത്തെ ഏറ്റവും പണക്കാരിയാണ്. അപ്പോൾ മൊഹറും ഈ പകുതി സ്വത്തോടെ കൂട്ടുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ ആൺകുട്ടി കിട്ടിയതിനേക്കാൾ സ്വത്ത് കൂടുതലാണ് പെൺകുട്ടിക്ക്. മൊഹറും പ്ലസ് പകുതി സ്വത്തും കൂടി. കേരളത്തിൽ മാത്രം പ്രവാചകനേക്കാൾ ബുദ്ധിയുള്ള ചില ആശാന്മാരുണ്ട്. ഒരു ചെറിയ മൊഹർ അങ്ങോട്ട് കൊടുത്തിട്ട് 10 ഇരട്ടി സ്ത്രീധനം ഇങ്ങോട്ട് വാങ്ങിക്കും. സ്ത്രീധനം വാങ്ങിക്കുന്നതൊന്നും ഇസ്ലാമല്ല, ഞാൻ പഠിച്ച ഇസ്ലാമല്ല. ഇസ്ലാമിന് സ്ത്രീധനം പറ്റിയല്ല. പെൺകുട്ടിയെ വളർത്തുന്നത് വലിയൊരു ഭാഗ്യമായി പ്രവാചകൻ വിവരിച്ചിരിക്കുകയാണ്. ഞാൻ പ്രവാചകൻ്റെ ഹാദിത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ ഏതെല്ലാം. പ്രവാചകൻ 6 പറഞ്ഞു. ആദ്യം പറഞ്ഞത് രോഗികളെ ശുശ്രൂഷിക്കുക, 2 അപ്പനമ്മയെ ശുശ്രൂഷിക്കുക. 3 പറഞ്ഞെന്നാന്ന് വെച്ചാൽ 3 പെൺമക്കളെ വളർത്തി നല്ല കന്യകമാരാക്കി ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചാൽ അതിനാൽ മാതാവും പിതാവും സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. 3 പെൺമക്കളാണ്, ആ മക്കളില്ല. നമ്മൾ 3 പെൺമക്കളെ വളർത്തി നല്ല കന്യകളായ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചില്ലേ? പ്രവാചകൻ നാണ്ട് പറഞ്ഞിരിക്കും നമ്മളുണ്ട് സ്വർഗത്തിൽ പോകുന്നു. ഭാര്യ ചിരിയോടെ ചിരി. പക്ഷേ ആ പ്രവാചകൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാക്കണം. ലോകത്തിൽ എവിടെയെങ്കിലും പെൺകുട്ടിയെ വളർത്തുന്നത് ഭാഗ്യമാണെന്ന് ലോകത്തിൽ ആരെങ്കിലും വേറെ പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.